എക്സ്ക്യൂസ് മീ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? നീ ഇറങ്ങി പോ വേഗം. നിന്നെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി, അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. നോക്കമല്ലേ, ഇവിടെ പ്രണവിന്റെ അമ്മയൊക്കെ ഉള്ളത്. പ്രണവ് ഇപ്പൊ വരും. നീ ഒന്ന് ഇറങ്ങിപ്പോ, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം. ചേടാ, നീ ഈ വയറ്റിൽ 2 ഇരട്ടക്കുട്ടികളെയും വെച്ചോണ്ട് യാത്ര ചെയ്യിക്കണ്ടെന്ന് കരുതിയില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ പ്ലീസ്, നീ ഒന്ന് പുറത്തു പോയി താ. ധൃതി കൂട്ടല്ലേ. പ്രഗ്നന്റ് ആയ പെൺകുട്ടികൾ ഇങ്ങനെ ടെൻഷൻ ആവാൻ പാടില്ല ശിവാനി. അറിയാലോ, വയറ്റിലെ ഇരട്ടക്കുട്ടികളാ, സൂക്ഷിക്കണ്ടേ. ഒന്ന് ഇറങ്ങിപ്പോ, ഒന്ന് പറയുന്ന കേക്ക്. ഓക്കെ ഓക്കെ, ഞാൻ പോയേക്കാം. പക്ഷേ ഈ വയറ്റിലെ 2 കുട്ടികളിൽ ഒരാൾക്കുള്ള പണം മാത്രമേ നീ എനിക്ക് തന്നിട്ടുള്ളൂ. അതും ഒരു നെക്ലസ്. ആ 2ാമത്തെ കുട്ടിയുടെ പണം ഇവിടെ, അത് കിട്ടിയാ ഞാൻ പോയേക്കാം. ഇവിടെ പൈസയൊന്നും ഇരിപ്പില്ല. നീ ഇതൊന്ന് ഇറങ്ങിപ്പോ. പൈസ ഇല്ലെങ്കിൽ വേണ്ട, ആ കഴുത്തി കിടക്കുന്ന മാലിങ് ഊരി തന്നാ മതി. ഇപ്പൊ മാലയും താലിയൊന്നും ഊരി തരാൻ പറ്റൂല. നീ ഒന്ന് ഇറങ്ങി പോ നോക്ക്. മാല തരില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവുകയും ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നീ പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് ഇവിടെ എല്ലാരെയും പറ്റിക്കുന്ന സത്യം എല്ലാവരെയും ഞാൻ അറിയിക്കും. വയറ്റിലെ ഇരട്ടക്കുട്ടികൾ വളരുന്നു പറഞ്ഞല്ലേ നീ പ്രണവിനെ ഉൾപ്പെടെ ഈ വീട്ടിലെ സർവ്വ ആളുകളെയും വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അത് ഇന്നത്തോടെ ഞാൻ പൊളിച്ചു തരാം. മാല ഊരി തരുന്നോ അതോ ഞാൻ സത്യം മുഴുവൻ വിളിച്ചു പറയണോ? ഞാൻ മാല തരാം, നീ ഒന്ന് പോയി തന്നാ മതി. ഇത് നീ തന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ഗർഭനാടകം ഇവിടെ പൊളിഞ്ഞു വീണേനെ. ഒന്ന് ഇറങ്ങിപ്പോ. സത്യം പറയടി, ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണോ? സത്യം പറയടി. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുന്നല്ലടി നീ. സത്യം പറഞ്ഞോണം. ഇനി പറയാനൊന്നും ഇല്ലമ്മേ. ഞാൻ കുറച്ചു ദിവസം കൊണ്ട് ഇവിടെ വാച്ച് ചെയ്യുക. ആ പോയവൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവള് പ്രഗ്നന്റ് ഒന്നും അല്ല. ഇത്രയും കാലം ഇവള് നമ്മളെ പറ്റിക്കുമായിരുന്നു. അത് പിന്നെ വെറുതെ ഓരോന്ന് പറയുന്നത്. വെറുതെ പറയുന്നതാ. അതിനോട് തെളിവ് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാടി. കണ്ടോ, ഇതാ ഇവളുടെ വയറ്റി വളരുന്ന ഇരട്ടക്കുഞ്ഞുങ്ങള്. എങ്ങനെയുണ്ട്? എങ്ങനെ മനസ്സ് വന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? ഈ കുടുംബത്തിലേക്ക് ഒരു അനന്തരാവകാശം വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ എന്തുമാത്രം സന്തോഷിച്ചതാ. ഇവൻ നിന്നെ സഹിച്ചത് പോലും അതിന്റെ പേരില്ല. അതിൽ പോലും കള്ളം കാണിക്കാൻ എങ്ങനെ മനസ്സ് വന്നടി? ഒരു പെണ്ണാണോടി നീ? ഇനി ഒരു നിമിഷം പോലും ഇവളെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ലമ്മേ. ഇറങ്ങടി വെളിയില്. ഇറങ്ങാനല്ലേ പറഞ്ഞ? വേണ്ട, പ്ലീസ് എന്നെ വിട്. പ്ലീസ് എന്നെ പറഞ്ഞു വിടല്ലേ, എന്നെ ഒഴിവാക്കല്ലേ പ്ലീസ്. ഞാൻ ചെയ്തത് തെറ്റാ ഞാൻ ചെയ്തത്. എന്നെ വിടല്ലേ, എന്നെ പറഞ്ഞു വിടല്ലേ. ഞാൻ ചെയ്തത് തെറ്റാ. പ്ലീസ് പ്ലീസ് എന്നെ പറഞ്ഞു വിടല്ലേ. ശിവാനി,